വയലാർ സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥ നിയമനത്തിൽ അഴിമതി ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ബാങ്കിൽ ഒഴിവ് വന്ന 2 നിയമനങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയെന്നും നിയമനത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി ഉണ്ടെന്നും ആരോപിച്ചാണ് LDF പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം LDF നിയോജക മണ്ഡലം കൺവീനർ തോമസ് ടി കീപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഒരു നിയമനം നടത്തുമ്പോൾ അതിന്റെ ഭരണകക്ഷികൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ഇവിടെ ഭരണകക്ഷികൾ തന്നെ 2 ചേരിയായിട്ട് നിന്ന് മത്സരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. ഒരു സ്ഥലത്തുമില്ല ഭരണകക്ഷികൾ 2 ചേരിയായിട്ട് നിൽക്കുന്നത്. നമുക്കൊരു ആളെ ജോലിക്ക് എടുക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആളെ നമുക്ക് ജോലിക്ക് എടുക്കണം. അതൊരു ഏകണ്ഠമായ തീരുമാനമാണ്. അതിനാവശ്യമായ അപേക്ഷ അടിച്ചു, അപേക്ഷ തെറ്റായിപ്പോയി. നോട്ടീസ് ബോർഡ് ഇട്ടപ്പോൾ ലാസ്റ്റ് ഡേറ്റ് തെറ്റായിപ്പോയി, അത് വേറൊരു കാര്യത്തിൽ ആയിക്കോട്ടെ. അങ്ങനെ പല രീതിയിൽ അവസാനം വന്നപ്പോൾ എടുക്കുന്നതിനെ സംബന്ധിച്ച് നിയമപരമായ രീതിയിൽ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ നടത്തി, ഇൻ്റർവ്യൂവിന് ശേഷം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3, 4, 5 എന്ന് ക്രമം പറയാനിടും. ബാങ്ക് മുൻ പ്രസിഡന്റ് ജോസ് സിറിയക്ക്, LDF കൺവീനർ ബേബി വർക്കി, CPM ലോക്കൽ സെക്രട്ടറി ബാബു എബ്രഹാം, CPI മണ്ഡലം കമ്മിറ്റി അംഗം PM ബാബുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബോണി കുര്യാക്കോസ്, കടപ്പളമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ജീന സിറിയക്ക്, വൈസ് പ്രസിഡന്റ് സജീവ് കുമാർ AD തുടങ്ങിയവർ പ്രസംഗിച്ചു.